ഈ പുരാതന ശില്പം നിങ്ങളൊന്ന് നോക്കുക. കാണുന്ന നിമിഷം തന്നെ ഒരു ഭൂതത്തെ പോലെ തോന്നും. ഇതൊരു ദേവിയുടെ പ്രതിമയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? ഇത് കണ്ട പലരുടെയും മനസ്സിനെ ഇത് അസ്വസ്ഥമാക്കി. ആ രാത്രി പലരും അത് കണ്ടതിന് ശേഷം ദുസ്വപ്നങ്ങൾ കണ്ടതായി കഥകളുണ്ട്. ഇതൊരു ദേവിയുടെ വളരെ നിഗൂഢവും ഭയാനകവുമായ ഒരു പ്രതിമയാണ്. ഏകദേശം 1000 വർഷം പഴക്കമുള്ള ഈ ഒരു പ്രതിമ ഇപ്പോൾ ഏതാണ്ട് നശിച്ച അവസ്ഥയിലാണ്. ഒഡീഷ മ്യൂസിയത്തിൽ പോയാൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങളിത് കാണണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരല്പം ചിന്തിച്ചു നോക്കുക. ഇത് കണ്ടിട്ടുള്ള ആർക്കും ഇതത്ര പോസിറ്റീവായ അനുഭവമല്ല നൽകിയിട്ടുള്ളത്. ഈ പ്രതിമയുടെ കണ്ണുകൾ നോക്കുക. ഇതിന് പുരികമോ കൺപീലികളോ ഇല്ല. ഉരുണ്ട ആ കണ്ണുകൾ കാണാൻ തന്നെ വളരെ ഭയാനകമായിരിക്കും. പാർവതി ദേവിയുടെ മറ്റൊരു അവതാരമായ ചാമുണ്ഡി ദേവിയുടെ രൂപഭാവത്തെ ഈ ശില്പം പ്രതിഫലിപ്പിക്കുന്നു. കത്തുന്ന തലപ്പാവും മുടിയും ഘോരമായൊരു രൂപം. ഇതിനുമപ്പുറം ഈ പ്രതിമയുടെ കഴുത്ത് മുതൽ കാല് വരെ ചില വിചിത്രമായ ശാഖകൾ വളരുന്നുണ്ട് എന്ന് പോലെ തോന്നാൻ കഴിയും. ഈ ശാഖകളെ ഒരല്പം ചുവപ്പ് നിറത്തിൽ വരച്ചാൽ നിഗൂഢത വീണ്ടും വെളിപ്പെടും. അത് മറ്റൊന്നുമല്ല, പുരാതന ശില്പികൾ നമ്മുടെ ശരീരത്തിലെ 1,44,000 നാഡികളെയാണ് ഈ പ്രതിമകളിൽ കൊത്തിയെടുത്തിരിക്കുന്നത്. ഇത് ഈ പ്രതിമയിലെ വളരെ സവിശേഷമായ ഒരു കാര്യമാണ്. ചന്ദർ മുണ്ടർ എന്ന 2 അസുരന്മാർ ലോകം ഭരിച്ചിരുന്നപ്പോൾ പാർവതി ചാമുണ്ടിയായി ഇവരെ നശിപ്പിക്കാൻ അവതാരമെടുത്തു എന്നുള്ളതാണ് കഥ. ആ നിമിഷം ചാമുണ്ഡി ദേവിയുടെ ശരീരത്തിലെ എല്ലാ നാഡികളും കോപത്താൽ പൊട്ടിത്തെറിച്ചു. ആ രംഗം പ്രതിഫലിപ്പിക്കുന്നതിനും ശരീരത്തിൻ്റെ നാഡികളെ പ്രകടിപ്പിക്കുന്നതിനുമായി പുരാതന ശില്പികൾ ഇങ്ങനെ ഒരു ഗംഭീരമായ ശില്പത്തിൽ നിരവധി സൂക്ഷ്മതകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും മനസ്സിനെ അത്രയേറെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഭയാനകമായ പ്രതിമയുണ്ടെങ്കിൽ അത് ഈ ചാമുണ്ഡി ദേവിയുടെ ശില്പമായിരിക്കും, ആദ്യത്തേതും അവസാനത്തേതും. എന്തായാലും ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ചില പുരാതന ശില്പങ്ങളെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ലിസ്റ്റിൽ 5-ാമത്തേത് 3 കാലുകളുള്ള വിചിത്രമായ മനുഷ്യൻ. 3 കാലുള്ള ജീവിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രകൃതിയുടെ നിയമമനുസരിച്ച് കാലുകൾ എല്ലായ്പ്പോഴും ഇരട്ടയായിരിക്കും. 2, 4, 8 ഇങ്ങനെയായിരിക്കും കണക്ക് കൂട്ടൽ. ഈ ശില്പത്തെ നിങ്ങളൊന്ന് നോക്കുക. ഈ രൂപത്തിന് ആകെ 3 കാലുകൾ ഉണ്ടെന്ന് കാണാൻ കഴിയും. കാഞ്ചീപുരത്തെ ഏകാംബരേശ്വര ക്ഷേത്രത്തിലാണ് ഈ ഒരു പ്രത്യേക ശില്പമുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ 3 കാലുള്ള മനുഷ്യൻ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഈ 3 കാലുള്ള രൂപം വളരെ വ്യത്യസ്തമായി തന്നെ കാണപ്പെടും. ഇതിന് പിന്നിലെ യഥാർത്ഥ കഥ എന്താണെന്ന് ചോദിച്ചാൽ, ശാസ്ത്രീയമായി ജനിതക വൈകല്യം കാരണം ഇതുപോലുള്ള ഒരാൾ ആ സമയത്ത് ജീവിച്ചിരുന്നിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുരാതന തമിഴർ ഈ ഒരു ശില്പം കൊത്തിയെടുത്തിട്ടുണ്ടാകാം. എന്നാൽ ആത്മീയ വീക്ഷണ കോണിൽ നിന്നും നോക്കിയാൽ ഇത് വ്യത്യസ്തമായ ഒരു കഥയാണ് പറയുന്നത്. ഈ ശില്പത്തിലെ 3 കാലുകളുള്ള മുനി മറ്റാരുമല്ല, അദ്ദേഹം ഭൃംഗി മുനിയാണ്. ഇദ്ദേഹം വളരെ കടുത്ത ഒരു ശിവഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭക്തി എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ, കൈലാസത്തിൽ പരമാത്മാവും ദേവിയും ഒരുമിച്ചിരിക്കുമ്പോൾ പോലും ഭഗവാനെ മാത്രമേ താൻ ആരാധിക്കുകയുള്ളൂ എന്ന് വാശി കാണിച്ചു. എന്നിട്ട് വിശ്വരൂപമെടുത്ത് ശിവനെ മാത്രം ചുറ്റി വന്ന മുനിയാണ് ഈ ഭൃംഗി മുനി. ഇതിനാൽ വളരെ കോപാകുലയായ പാർവതി ഭൃംഗിയുടെ ശരീരത്തിലെ തൻ്റെ ഭാഗം മാത്രമായ ആ ഒരു ശക്തി എടുക്കുന്നു. ഇക്കാരണത്താൽ യാതൊരു ശക്തിയും ഇല്ലാതെ വീഴാൻ പോകുന്ന ഭൃംഗി മുനിക്ക് അദ്ദേഹത്തിന് പിടിച്ച് നടക്കാൻ ഒരു വടിയും 3ാമതായി ഒരു കാലും നൽകി ശിവൻ. ഇതുകൊണ്ടാണ് 3 കാലുകളുള്ള മുനി നേർത്ത രൂപഭാവത്തോടുകൂടി ഈ ശില്പത്തിൽ കാണിച്ചിരിക്കുന്നത്. അടുത്ത തവണ നിങ്ങളൊരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇത്തരം 3 കാലുകളുള്ള ഒരു ശില്പത്തെ കാണാൻ ഇടയായാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കും, ഇതാണ് ഭൃംഗി മുനി എന്ന്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സവിശേഷമായ ഒരു ശില്പം ഇത് തന്നെയാണ്. അടുത്തത് 4-ാമത്തേത് നരസിംഹവധമാണ്. ഈ പ്രത്യേക നരസിംഹ ശില്പം നിങ്ങളൊന്ന് നോക്കുക. ഇതിൽ വലിയൊരു അവിശ്വസനീയമായൊരു ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇതിലങ്ങനെ എന്താണുള്ളത്? ഇത് നരസിംഹത്തെ വധം ചെയ്യുന്ന രംഗമാണെന്ന് ചോദിച്ചാൽ
അതെ, ശരി തന്നെയാണ്, ഈ ശില്പം അത് തന്നെയാണ്. എന്നാൽ ഇത് പുരാതന തമിഴർ നിർമ്മിച്ച ഒരു ശില്പമായതിനാൽ ഇതിന് ഒരു പ്രത്യേകതയുമുണ്ട്. നിങ്ങൾ കാണുന്ന ഈ ഒരു തൂൺ ശില്പം തിരുപ്പരന്തുറൈ ആവുടയാർ ക്ഷേത്രത്തിലാണുള്ളത്. ഏകദേശം 1200 വർഷം പഴക്കമുള്ള ഈ ഒരു ശില്പത്തിൽ നരസിംഹം വയറ് കീറുന്ന സ്ഥലം ഒന്ന് നോക്കുക. കീറിയ വയറിന് പുറത്തായി 2 കാര്യങ്ങൾ കാണാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, ഇവിടെ വലുതിനെ വൻകുടലിനെയും ചെറുതിനെ ചെറുകുടലിനെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതിനു മുൻപ് നമ്മൾ നിരവധി പുരാതന ശില്പങ്ങൾ കണ്ടിട്ടുണ്ടാകും. കൈത്തണ്ടുകളുടെയും കാലുകളുടെ ഞരമ്പുകളും കാണുന്ന ശില്പങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവയെല്ലാം ഈ ബാഹ്യരൂപങ്ങളാണ്. എന്നാൽ പുരാതന തമിഴർ ശരീരത്തിൻ്റെ ആന്തരിക ഭാഗങ്ങൾ ഇതൊക്കെ എങ്ങനെ അറിയുകയാണ് ചെയ്തത്? ഇതെങ്ങനെയാണ് കലാരൂപത്തിലേക്ക് കൊണ്ടുവന്നത്? ഇതൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ വളരെ ആശ്ചര്യകരമായി തോന്നും. നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് നരസിംഹവധ ശില്പം ഒന്ന് കാണുക. ഇത്രയും വിശദാംശങ്ങൾ അതിലുണ്ടാകാൻ സാധ്യതയില്ല. ചെറുകുടൽ മുതൽ വൻകുടൽ വരെയുള്ള ശരീരത്തിനുള്ളിലെ കാര്യങ്ങളെക്കുറിച്ച് പുരാതന ശില്പികൾക്ക് ഇത്രയധികം അറിവ് എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അത് വളരെ ആശ്ചര്യം തോന്നുകയാണ്. സത്യം പറഞ്ഞാൽ പുരാതന ശില്പികളുടെ വിരൽ തുമ്പിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഘടന തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ബുദ്ധിശക്തിയെ പ്രകടമാക്കുന്ന മറ്റൊരു ശില്പമാണിത്. അടുത്തത്, മൂന്നാമത്തേത്, അമർത്യനായ രാമാനുജനാണ്. ഒരു ഹിന്ദു ക്ഷേത്രം ഒരു മൃതദേഹം 1000 വർഷത്തോളം സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാനാകുമോ? ആ ശരീരം ദൈവവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളുടെ ശരീരമാണെന്നും പറയപ്പെടുന്നു. അദ്ദേഹം മറ്റാരുമല്ല, 10ാം നൂറ്റാണ്ടിൽ വൈഷ്ണവ മതത്തിൻ്റെ ഉറച്ച അനുയായിയായിരുന്ന രാമാനുജനായിരുന്നു അത്. 1117 തമിഴ്നാട്ടിലെ ശ്രീ പെരുമത്തൂരിൽ ജനിച്ച രാമാനുജൻ വിഷ്ണുവിൻ്റെ കടുത്ത ഭക്തനായി മാറി. അങ്ങനെ വൈഷ്ണവ മതത്തെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ അക്ഷീണം പ്രയത്നിച്ചു. തൻ്റെ ഈ പണിയിൽ അദ്ദേഹം ശൈവ മതത്തെ എത്രത്തോളം മാറ്റി നിർത്തി എന്നുള്ളതൊക്കെ മറ്റൊരു കഥയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും 120ാം വയസ്സിൽ രാമാനുജൻ സ്വാഭാവികമായ മരണം സംഭവിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരിച്ച് ശ്രീരംഗത്തിലേക്ക് ഒരു ഘോഷയാത്രയായി കൊണ്ടുപോയി അരംഗനാഥ ക്ഷേത്രത്തിൽ തന്നെ ജീവനുള്ള സമാധിയായി സ്ഥാപിച്ചു. നിഗൂഢമായ മറ്റൊരു കാര്യം, ഇന്നും രാമാനുജന്റെ മൃതദേഹം ഈ ക്ഷേത്രത്തിൽ കേടുകൂടാതിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിലെ രാമാനുജന്റെ ശില്പം ശരിക്കും രാമാനുജന്റെ ശരീരമാണെന്ന് പലരും കരുതുന്നു. എന്നാൽ ഈ ശില്പം വെറുമൊരു മരശില്പം മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത. രാമാനുജന്റെ യഥാർത്ഥ ശരീരം ക്ഷേത്രത്തിലെ മറ്റെവിടെയോ മറഞ്ഞിരിക്കുന്നുവെന്നും പറയപ്പെടുന്നു. സിദ്ധന്മാരുടെ ശാസ്ത്രീയത്തിൽ ജീവിക്കുന്ന സമാധി ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പൂജ്യത്തിലേക്ക് കൊണ്ടുവന്ന് ജീവൻ മാത്രം നിലനിർത്തുന്നു. ഇതോടെ സിദ്ധന്മാർക്ക് ലക്ഷക്കണക്കിന് വർഷത്തേക്ക് ശരീരം സംരക്ഷിക്കാൻ കഴിയും. ഈ ഒരു രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആ നാട്ടുകാർ പറയുന്ന ഈ ഒരു പ്രസ്താവന ഒരു പക്ഷേ ശരിയായിരിക്കാം. എന്നാൽ എല്ലാം ആ വിഷ്ണു ഭഗവാന് മാത്രമേ അറിയൂ. പട്ടികയിൽ രണ്ടാമത്തേത് മരതക ഭഗവാനാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്തുള്ള 3000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് മംഗളനാഥ സ്വാമി ക്ഷേത്രം. ചരിത്ര പേജുകൾ പരിശോധിച്ചാൽ ഇത് ഏത് കാലത്ത് നിർമ്മിച്ചു, ആര് നിർമ്മിച്ചു എന്നുള്ളതൊക്കെ വലിയൊരു രഹസ്യമാണ്. നമ്മൾ നിഗൂഢത എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ സവിശേഷമായ കാര്യം തന്നെ മരതക കല്ലുകൾ കൊണ്ട് മൂടിയിരിക്കുന്ന നടരാജ ശില്പമാണ്. ഇനി മരതകം എന്നൊക്കെ പറയുമ്പോൾ അത് അവിടെയായി ഇരിക്കുന്ന 1-2 അല്ല, ഏകദേശം 6 അടി ഉയരമുള്ള ഈ നടരാജ പ്രതിമ പൂർണ്ണമായും മരതക കല്ലാൽ നിർമ്മിച്ചവയാണ്. എന്നാൽ ഇത്രയും വലിയ മരതകം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഗവേഷകർക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ചോദ്യം. സത്യം എന്തെന്നാൽ 1500കളിൽ ഈജിപ്തിലാണ് മരതകം ആദ്യമായി ഖനനം ചെയ്തത്. അപ്പോൾ പിന്നെ അതിനു മുൻപ് ഇത്രയും വലിയ മരതകം എവിടെ നിന്നാണ് വന്നത്? പുരാണ കഥകൾ വായിച്ചാൽ ഈ മരതക നടരാജ ശില്പത്തെ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന്, അതായത് ശിവലോകത്തിൽ നിന്നും ശിവൻ കൊണ്ടുവന്നതായി പറയപ്പെടുന്നു. ഇവിടെ എല്ലാറ്റിനും ഉപരി ഏറ്റവും വലിയൊരു രഹസ്യം, മരതകം എളുപ്പത്തിൽ പൊട്ടുന്നവയാണ്, പൊട്ടാൻ കഴിയുന്ന ഒരു സ്വഭാവമുള്ളവയാണ്. ഉദാഹരണത്തിന് ഉയർന്ന ഡെസിമൽ ശബ്ദമുള്ള വളരെ മൂർച്ചയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് വന്നാൽ തന്നെ ഈ മരതകം അങ്ങനെ പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ വിശേഷ ദിവസങ്ങളിൽ പോലും ആത്മീയ ഗാനങ്ങൾ ഉച്ചത്തിൽ ആലപിക്കാത്തത്.
എന്നാൽ ഇവിടെയാണ് അടുത്തൊരു ചോദ്യം വരുന്നത്. പുരാതന തമിഴ് ശില്പികൾ എങ്ങനെയാണ് ഈ ശബ്ദത്തോട് പ്രതികരിക്കുന്ന കല്ലിനെ ഒരു ഉള്ളി ഉപയോഗിച്ച് കൊത്തിയെടുത്തതെന്നാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ അത്ഭുതകരമായി തോന്നുന്നുണ്ടല്ലേ? പുരാതന തമിഴ് ശില്പികൾ ഈ അത്ഭുതകരമായ പ്രതിമ കൊത്തിയെടുക്കാൻ എന്ത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത്? വളരെ കാലമായി പരിഹരിക്കപ്പെടാത്ത ഒരു വലിയ രഹസ്യമാണിത്. പട്ടികയിൽ ഒന്നാമത്തതും അവസാനത്തതുമായ മൃദുവായ നരസിംഹത്തിന്റെ പ്രതിമയാണ്. ഒരു ശിലാശില്പം എത്രത്തോളം കഠിനമായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പൂജ നടത്തുന്ന പുരോഹിതൻ ഒരു പുഷ്പം എടുത്ത് അമർത്തുമ്പോൾ മൃദുവായ ചർമ്മത്തിൽ മൃദുവായ എന്തെങ്കിലും പിടിച്ച് അമർത്തുന്നത് പോലെ പുഷ്പം അകത്തേക്ക് പോകുന്നുണ്ട്. ഇത് ഒരു സാധാരണ കാഴ്ചക്കാരന് വെറും ഒരു കാഴ്ചയാണ്. എന്നാൽ ഒരു ആത്മീയവാദിക്ക് ഇതൊരു അത്ഭുതമാണ്. തെലങ്കാന ജില്ലയിലെ ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിലാണ് ഇത്തരം ഒരു അത്ഭുത ശില്പം സ്ഥിതി ചെയ്യുന്നത്. ആ നാട്ടുകാരുടെ വിശ്വാസമനുസരിച്ച് ഈ നരസിംഹ ശില്പത്തിന് ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട്. ഹിരണ്യകശിപുവിനെ നശിപ്പിക്കാൻ അവതാരമെടുത്ത നരസിംഹൻ ഒടുവിൽ ഈ പ്രദേശത്ത് സമാധാനം പ്രാപിച്ചു എന്ന് പറയപ്പെടുന്നു. ഈ പ്രതിമ ഇന്നും മൃദുവാണ്. അദ്ദേഹത്തിന്റെ ശാന്തമായ രൂപത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ശില്പം ഇന്നും മൃദുവായുള്ളത്. കൂടാതെ ഐതിഹ്യമനുസരിച്ച് ഒരു സന്യാസി അബദ്ധത്തിൽ ഒരു ഉള്ളി കൊണ്ട് ആ പ്രതിമയിൽ ഇടിച്ചു. അതുകൊണ്ടാണ് വർഷങ്ങളായി പ്രതിമയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നത്. മാത്രമല്ല, പ്രതിമ വളരെ അടുത്ത് കണ്ടവർ ഉച്ചത്തിലുള്ള ശ്വാസോച്ഛ്വാസ ശബ്ദം കേട്ടതായും പറയപ്പെടുന്നുണ്ട്. ഇതൊരു സാധാരണ കാര്യമാണോ? അല്ലെങ്കിൽ ഇതിന് പുറകിൽ ശരിക്കും എന്തെങ്കിലും നിഗൂഢതയുണ്ടോ? നിങ്ങൾ എന്ത് കരുതുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ അഭിപ്രായമുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയുക. ഈ ഒരു വീഡിയോ ഇതോടുകൂടി അവസാനിക്കുന്നു. ഈ ഒരു പുരാതന പര്യവേഷണം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ചാനലിലൂടെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. അവസാനമായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.